ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 7. ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃ തസ്യോർധം ഖലു സത്യലോകനിലയേ ജാതോസി ദാതാ സ്വയം. യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യജീവാത്മകം യോ ഭൂത്സ്ഫീതരജോ വികാരവികസൻ നാനാസൃസക്ഷാരസ. അല്ലയോ ദേവ, അപ്രകാരം 14 ലോകങ്ങളുടെ രൂപത്തിൽ ആവിർഭവിച്ച അങ്ങ് വീണ്ടും അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള സത്യലോകമെന്ന നിലയത്തിൽ തന്നെത്താൻ ബ്രഹ്മാവായി ജന്മമെടുത്തു. അഖില ലോകങ്ങളുടെയും ജീവസ്വരൂപമായിരിക്കുന്ന ആ ബ്രഹ്മാവിനെ ഹിരണ്യഗർഭനെന്നു വിളിക്കുന്നു. ആ ബ്രഹ്മാവ് വർദ്ധിച്ച രജോ ഗുണത്തിൻ്റെ ഫലമായി വിവിധ വസ്തുക്കളുടെ സൃഷ്ടിയിലുള്ള ആഗ്രഹത്തോടു കൂടിയവനായി ഭവിച്ചു. വിരാട് രൂപധാരിയായ ഭഗവാൻ തന്നെ ഹിരണ്യഗർഭനെന്നു പേരുള്ളവനും രജോ ഗുണാധിക്യത്താൽ സൃഷ്ടിയിലുള്ള ആഗ്രഹമുള്ളവനായിരിക്കുന്നവനുമായ ബ്രഹ്മാവായി സത്യലോകത്തിൽ ജന്മമെടുത്തു. ഭഗവാനെ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ബ്രഹ്മസ്വരൂപിയായ ആ ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.